ഹലോ ഗൈസ്, എല്ലാവർക്കും പെട്രോബൂമിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് കിയ ഇന്ത്യ അവരുടെ ലൈനപ്പിലേക്ക് ഏറ്റവും പുതിയതായിട്ട് അഡാപ്റ്റ് ചെയ്ത കിയ സിറോസുമായിട്ടാണ്. നമ്മൾ ഇന്നിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ ഏറ്റവും പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഇഞ്ചിയോൺ കിയയിലാണ്. സോ നമുക്ക് ഇങ്ങനൊരു അവസരം ഒരുക്കി, ഒരു റിവ്യൂവിനുള്ള അവസരം ഒരുക്കി തന്ന ഇഞ്ചിയോൺ കിയയ്ക്ക് ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. സോ നിങ്ങൾക്ക് കിയയുടെ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ സിറോസും സെൽട്ടോസും പോലുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിലോ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കാഞ്ഞിരപ്പള്ളിയിലുള്ള ഇഞ്ചിയോൺ കിയയായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ഫെസിലിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചിയോൺ കിയയിൽ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഡയറക്റ്റ് കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം. കിയ സിറോസിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് നോക്കിയിട്ട് നമ്മുടെ യൂഷ്വൽ വാക്കറൗട്ടിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകാം. കിയ സിറോസ് സെൽട്ടോസിനും സോണറ്റിനും ഇടയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സോണറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് വാഹനങ്ങളും സിറോസും സോണറ്റും സഫോമീറ്റർ കാറുകളാണ്. എന്നാൽ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ സിറോസ് സോണറ്റിനെക്കാട്ടി ഒരു പിടി മുന്നിലാണ്. ഒന്നോ രണ്ടോ പിടി മുന്നിലാണ്. പക്ഷേ എഞ്ചിൻ്റെ കാര്യത്തിൽ രണ്ട് വണ്ടിയിൽ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള എഞ്ചിൻ ഓപ്ഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 1.5 ലിറ്റർ ഡീസൽ ആണെങ്കിലും 1 ലിറ്റർ ടർബോ ആണെങ്കിലും സോണറ്റിൽ കിട്ടുന്ന ആ സെയിം എഞ്ചിൻ പ്ലസ് ഗിയർ ബോക്സ് കോമ്പിനേഷൻസ് ആണ് നമുക്ക് സിറോസിൽ വരുന്നത്. ഇനിയിപ്പോൾ സെൽട്ടോസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വാഹനം ഒരു അല്പം ചെറുതാണ്. കാര്യം സെൽട്ടോസ് അറൗണ്ട് 4.3 മീറ്റേഴ്സ് ലെങ്ത് വരുന്ന സൈസ് വൈസ് ഇതിൻ്റെ സെഗ്മെൻറ്റ് ഒരു പിടി മുകളിലുള്ളൊരു വാഹനമാണ്, അല്ലെങ്കിൽ ഒരു സെഗ്മെൻറ്റ് അപ്പായിട്ടുള്ള വാഹനമാണ് സെൽട്ടോസ് എന്ന് പറയുന്നത്. അതുപോലെ സെൽട്ടോസിന് കുറച്ചുകൂടെ സുപ്പീരിയർ ആയിട്ടുള്ള എഞ്ചിൻ, ഈ ഒരു ഡീസൽ എഞ്ചിൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് സെൽട്ടോസിൽ വരുന്ന ഒരു 1.5 NA പെട്രോൾ എഞ്ചിനും അതുപോലെ 1.5 4 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനുമാണ്. അപ്പോൾ ഈ വാഹനത്തിൽ പെട്രോൾ എഞ്ചിൻ്റെ കാര്യത്തിൽ ഒരു ഡൗൺ ഗ്രേഡ് ഉണ്ട്. എന്നാൽ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും ഉള്ളിലെ സ്പേസിൻ്റെ കാര്യത്തിലും സെൽട്ടോസിനെക്കാട്ടി ഒരു പിടി മുന്നിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് സിറോസ് ഫീൽ ചെയ്യും. സോ ഒരു പ്രത്യേക ഒരു പ്ലേസ്മെൻ്റ് ഉള്ള വാഹനമാണ്. പ്രൈസ് വൈസ് ആണ് നമുക്ക് സോണറ്റിനും സെൽട്ടോസിനും ഇടയിൽ നിന്ന് പറയാൻ പറ്റുന്നത്. ഒരു പക്ഷേ പല ഫീച്ചേഴ്സിലോട്ടും പോകുമ്പോൾ സെൽട്ടോസിനെക്കാട്ടി ഒരു പിടി മേളിലാണ്, അല്ലെങ്കിൽ ഒരു മേൽക്കൈ സിറോസിനുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് നോക്കുന്ന സമയത്ത് ഓരോ ഫീച്ചേഴ്സ് ഇൻഡെപ്ത് ആയിട്ട് നോക്കാം. കിയ സിറോസിൻ്റെ പ്രൈസിങ്ങിലോട്ട് വരുമ്പോൾ ബേസ് വേരിയൻറ്റിന് നമുക്ക് 10.5 ലക്ഷം രൂപയിൽ സ്റ്റാർട്ട് ചെയ്ത് ഏറ്റവും ടോപ്പ് എൻ്റെ HTX+ ഡീസൽ ഓട്ടോമാറ്റിക്കിന് നമുക്ക് 21.9, അതായത് 22 ലക്ഷം രൂപയ്ക്ക് താഴെ നിൽക്കുന്ന രീതിയിലാണ് കിയ സിറോസിൻ്റെ പ്രൈസിങ് വരുന്നത്. കിയ സിറോസിൻ്റെ വേരിയൻസിലോട്ട് വരുമ്പോൾ നമുക്ക് HTKയിൽ തുടങ്ങി HTX+ ഓപ്ഷനിൽ അവസാനിക്കുന്ന രീതിയിലാണ് വേരിയൻസ് വരുന്നത്. നമുക്ക് സെൽട്ടോസിലും സോണറ്റിലൊക്കെ ഉള്ളതുപോലെ GT ലൈനും X ലൈനും ഒന്നും വരുന്നില്ല. സോ എളുപ്പം സിംപ്ലറായിട്ടുള്ള ഒരു നോമൻക്ലേച്ചറാണ് വരുന്നത്. ഏറ്റവും ടോപ്പ് എൻഡ് എന്ന് പറയുന്നത് HTX+ ഓപ്ഷണലാണ്. അപ്പോൾ HTX+ ഓപ്ഷനിൽ നമുക്ക് പെട്രോളിൽ മാനുവൽ അവൈലബിൾ അല്ല, 7 സ്പീഡ് DCT മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടതുകൊണ്ട് HTX പെട്രോൾ മാനുവലാണ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്നത്. ടോപ്പ് എൻഡ് അതായത് HTX+ ഓപ്ഷണലിൻ്റെ ഒരു വാക്കറൗണ്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു HTX 1 ലിറ്റർ പെട്രോൾ മാനുവലിൻ്റെ കംപ്ലീറ്റ് ഒരു വാക്കറൗണ്ട് പ്ലസ് ഡ്രൈവ് റിവ്യൂ ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് HTXൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ കിയ സിറോസിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത്. അലോയ് വീൽസിൻ്റെ ഡിസൈൻ ഒഴിച്ച് നമ്മുടെ HTXും HTX+ ഓപ്ഷനിലും തമ്മിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും വരുന്നില്ല. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഹുഡ് കുഴപ്പമില്ലാത്ത രീതിയിൽ വെയിറ്റ് ഉണ്ട്. നമ്മൾ ഈ ഒരു സൈസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഇൻസുലേഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ കാണുന്നതാണ് ആ ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ TGA എഞ്ചിൻ എന്ന് പറയുന്നത്. നമ്മൾ സോണറ്റിലേക്ക് കണ്ട ആ ഒരു സിമിലർ എഞ്ചിനാണ്. അപ്പോൾ അത് നമുക്കിവിടെ കാണാം. ആ ഒരു 3 സിലിണ്ടറിൻ്റെ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. ക്യാബിനിൽ വൈബ്രേഷൻ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നോക്കാം. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ കിയ വാഹനങ്ങളും പോലെ അത്യാവശ്യം അടുക്കോ ഒതുക്കോ ഒക്കെ ഉള്ള ഒതുക്കി വെച്ചേക്കുന്ന രീതിയിലുള്ള എഞ്ചിൻ പേ ആണ് വരുന്നത്. എന്തായാലും നമുക്ക് ഹുഡ് ക്ലോസ് ചെയ്യാം. ദെൻ സെൻട്രലായിട്ട് കിയയുടെ ഒരു ലോഗോ, ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഒത്ത നടുക്കായിട്ട് ഒരു കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു പിയാനോ ബ്ലാക്കിൻ്റെ ഒരു എലമെൻറ്റ് വരുന്നുണ്ട്. ഇപ്പോഴത്തെ വാഹനങ്ങളെല്ലാം നമ്മളിവിടെ കണക്റ്റഡ് DRLs ആണ് കാണുന്നത്. എന്നാൽ ഈ വാഹനത്തിന് കണക്ട് DRL ഇല്ലാത്തത് എനിക്ക് ഒരു രീതിയിലൊരു സന്തോഷമുള്ള കാര്യമായിട്ട് തോന്നി. എനിക്കിഷ്ടപ്പെട്ടു. കാര്യം കണക്ട് DRL ഈ ഒരു വണ്ടിക്ക് വന്നിരുന്നെങ്കിൽ വളരെ മോശമായതിന്. ഇതിപ്പോൾ ഒരു ഫ്രണ്ട് ബൾക്ക് കുറയ്ക്കാൻ വേണ്ടി ഈ ഒരു എലമെൻറ്റ് സഹായിക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ ഇത്തരത്തിലൊക്കെയാണ്. എവിടുന്നൊക്കെയോ നമുക്ക് കിയ കാരൻസിൻ്റെ ചെറിയൊരു ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ആ ഒരു ഗ്രില്ലെന്ന് വിളിക്കാൻ പറ്റുന്ന പോർഷൻ ഇവിടെ ആയിട്ടാണ് വരുന്നത്. താഴെയായിട്ട് എയർ ഡാം കാണാം. ബമ്പറിൽ ഒരു സിൽവർ എലമെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബമ്പർ ആക്ച്വലി ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടം വരെയും ബമ്പറാണെന്ന് പറയാം, ഇവിടം വരെയും ബമ്പറാണെന്ന് പറയാം. എനിക്ക് തോന്നുന്നു ഇതും ബമ്പറിൻ്റെ പീസ് തന്നെയാണെന്ന് തോന്നുന്നു. ആ ഒരു ഗ്രില്ലിൻ്റെ ഫ്രണ്ട് പോർഷനും ബമ്പറിൽ തന്നെയാണ് വരുന്നതെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ ആ ഒരു ഹെഡ് ലാമ്പ് വരുന്നത്. ഈ കാണുന്നതാണ് DRL, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു DRL ആണ് വരുന്നത്. ഈ ഒരു DRL തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ മേളത്തെ 2 കാണുന്ന LEDs നമ്മുടെ ലോ ബീമാണ്. താഴെ കാണുന്നത് ഹൈ ബീം. കംപ്ലീറ്റ് ഒരു LED സെറ്റപ്പാണ് വരുന്നത്. ഫോഗ് ലാമ്പോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ ഒരു കംപ്ലീറ്റ് ഫ്രണ്ട് പ്രൊഫൈൽ വരുന്ന ഇത്തരത്തിലാണ്. നമുക്ക് ഈ വാഹനത്തിൽ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയും അതുപോലെ ADASും വരുന്നില്ല. അപ്പോൾ നോർമലി നമുക്ക് ഫ്രണ്ടിൽ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ ടോപ്പ് എൻഡിൽ കാണാം. ഇവിടെ അതുപോലെ റഡാറും കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ അതൊന്നും നമുക്ക് വരുന്നില്ല. സോ ഇതാണ് ഫ്രണ്ട് പ്ലസ് സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്.
ഈ ഒരു പോർഷനൊക്കെ നമ്മുടെ കിയ കാരൻസ് പോലെ, അതായത് ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഇലോങ്ങേഷനൊക്കെ കാരൻസിൻ്റെ ഒരു ഫീൽ നമുക്ക് മൊത്തത്തിൽ തരുന്നുണ്ട്. പിന്നെ ഒരു ബമ്പറിൽ നിന്ന് വരുന്ന രീതിയിൽ വലിയൊരു വീൽ ആർച്ച് വരുന്നുണ്ട്. അത് നമ്മുടെ വണ്ടി കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന രീതിയിലാണ് പോയേക്കുന്നത്. ഡോറിൻ്റെ പോർഷനിലായിട്ട് അവിടെ ഒരു നമുക്കൊരു എലമെൻ്റ്, ഒരു ക്ലാഡിങ് നമുക്ക് കാണാൻ സാധിക്കും. ടയേഴ്സിലോട്ട് വരുമ്പോൾ നമുക്ക് 16 ഇഞ്ചിൻ്റെ ഡ്യുവൽ കട്ട് ഒരു 5 സ്പോക്ക് അല്ലെങ്കിൽ 4 സ്പോക്ക് അലോയ് വീൽസ് ആണ് നമുക്ക് വരുന്നത്. നമ്മുടെ ടോപ്പ് എൻഡിൽ 17 ഇഞ്ച് വരും, എന്നാൽ ഇവിടെ 16 ഇഞ്ചേ ഉള്ളൂ. ഡിസൈൻ ഡിഫറൻസ് ഉണ്ട്, എന്നാൽ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയില്ല. ഫ്രണ്ടിലും റിയറിലും നമുക്ക് ഡിസ്ക് ബ്രേക്സ് ഇല്ല, ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ഡിസ്ക് ബ്രേക്സ്. നമുക്ക് 7 സ്പീഡ് DCTയിൽ റിയറിലും ഡിസ്ക് ബ്രേക്സ് ഉണ്ട്, എന്നാൽ മാനുവലിൽ നമുക്ക് ഫ്രണ്ടിൽ മാത്രമേ ഡിസ്ക് ബ്രേക്സ് വരുന്നുള്ളൂ. പിന്നെ ബോഡി കളേർഡ് ORMs ഉണ്ട്, അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇത് ഐ തിങ്ക് ഇലക്ട്രിക്കലി ഫോൾഡിംഗ് ഫംഗ്ഷനോടുകൂടി വരുന്ന മിറേഴ്സാണ് നമുക്ക് വരുന്നത്. പിന്നെ ആ ഒരു ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിൽ കാണാൻ പറ്റും. കാഴ്ചയിൽ അത്യാവശ്യം നല്ലതാണ്. പിന്നെ കയ്യിൽ ലഗേജ് ഒക്കെ ആയിട്ട് വരുമ്പോൾ തുറക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പലരും പറയുന്നത്. 700 കാര്യത്തിൽ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. സോ ആ ഒരു ഡോർ ഹാൻഡിൽസ് നമുക്ക് മുന്നിലും പിന്നിലും കാണാൻ സാധിക്കും. A പില്ലർ കംപ്ലീറ്റ്ലി ബ്ലാക്ക്ഡ് ഔട്ട് ആണ്. B പില്ലർ നമുക്ക് ബോഡി കളറാണ് വരുന്നത്. അതിൻ്റെ ഷേപ്പൊക്കെ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട്, ഇത്തിരി യൂണീക്കായിട്ട് തോന്നുന്നുണ്ട്. ദെൻ C പില്ലറും കംപ്ലീറ്റ്ലി ബ്ലാക്ക്ഡ് ഔട്ട് ആണ്. B പില്ലർ മാത്രമാണ് നമുക്ക് ബോഡി കളേർഡ് വരുന്നത്. റൂഫ് റെയിൽ കാണാൻ പറ്റും, അത്യാവശ്യം സ്റ്റഡി ആയിട്ടുള്ള റൂഫ് റെയിലാണ് കൊടുത്തേക്കുന്നത്. ഒരു സിൽവർ ഫിനിഷ് വരുന്നുണ്ട്. മുകളിലായിട്ട് നമുക്ക് പാനോറമിക് സൺറൂഫും ഷാർക്ക് ഫിൻ ആൻറ്റിനയും കാണാം. ടോട്ടലി ഒരു സൈഡ് പ്രൊഫൈൽ ഇത്തരത്തിലാണ് വരുന്നത്. ഒരു യൂണീക്കായിട്ടുള്ള ഒരു ഷേപ്പുള്ളൊരു വാഹനമാണ്. കാഴ്ചയിൽ നമുക്കൊരു സബ് 4 മീറ്റർ വാഹനം തന്നെയാണ്, എന്നാൽ ഉള്ളിൽ കയറുമ്പോഴാണ് കാര്യങ്ങളെല്ലാം മാറി മറിയുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ആയിട്ട് വലിയൊരു ക്വാർട്ടർ ഗ്ലാസ് നൽകിയിട്ടുണ്ട്. റിയറിലോട്ട് വരുമ്പോൾ ഞാൻ അത് തന്നെ പറഞ്ഞു, ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന ഉണ്ട്. ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലർ വരുന്നുണ്ട്. റിയർ മൗണ്ട് ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്. വൈപ്പറും വാഷറും അതുപോലെ ഡിഫോഗർ ലൈൻസും വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു അപ്രൈറ്റ്, കംപ്ലീറ്റ്ലി ഒരു അപ്രൈറ്റ് പൊസിഷനിൽ ഇരിക്കുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഇത് മാക്സിമം പ്രൊജക്ഷൻസൊക്കെ ഒഴിവാക്കി ഈ ഒരു 4 മീറ്റർ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ സ്പേസ് അവർക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റി. അവർ ഈ വാഹനത്തിൽ കൺസേൺ ആയിട്ടിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇൻറ്റീരിയറിൽ മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡിക്കി അല്ലെങ്കിൽ ബൂട്ട് ഇത്തരത്തിൽ അപ്രൈറ്റ് ആക്കിയതുകൊണ്ട് തന്നെ ഇൻസൈഡിൽ നമുക്ക് ബൂട്ടിലാണെങ്കിലും റിയർ സീറ്റുകളിലാണെങ്കിലും നല്ല രീതിയിൽ സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ആ ഒരു സ്പ്ലിറ്റ് പീസ് ടെയിൽ ലാമ്പുകൾ കാണാൻ പറ്റും. LED യൂണിറ്റുകളാണ് വരുന്നത്. ഇൻഡിക്കേറ്റർ ഇവിടെ ആയിട്ടുണ്ട്, ഹാലജൻ യൂണിറ്റ് ആണ്. ദെൻ റിവേഴ്സ് ലൈറ്റ് ഇതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. ബൂട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആണ്, നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. ചെറിയൊരു പാഴ്സൽ ഷെൽഫ്, ഈ ഒരു സീറ്റ് ഇത്രയും റിക്ലൈൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു സ്ലാൻഡിങ്ങിലാണ് ഈ ഒരു ബൂട്ട് വരുന്നത്. അപ്പം ചെറിയൊരു പാഴ്സൽ ഷെൽഫ് നമുക്ക് കാണാം. ഇവിടെ ആയിട്ടൊരു ഹാലജൻ ലാമ്പ്, ക്യാബിൻ ലാമ്പ് ബൂട്ടിൽ കൊടുത്തിട്ടുണ്ട്. സബ് വൂഫർ പ്ലേസ്മെൻ്റ് ഒന്നും ഈ ഒരു വേരിയൻറ്റിൽ വരുന്നില്ല. ടോപ്പ് എൻഡിൽ നമുക്ക് ഇവിടെ സബ് വൂഫർ വരുമായിരുന്നു. ഇവിടെ ഹൂക്ക് കാണാൻ പറ്റും. ചൈൽഡ് സീറ്റ് ആങ്കർ പോയിന്റ് നമുക്ക് വരുന്നുണ്ട്. സ്പെയർ വീൽ ഇവിടെ ആയിട്ടുണ്ട്. സ്പെയർ വീൽ വരുന്നത് 15 ഇഞ്ചിൻ്റെ ചെറിയൊരു സൈസ് സ്റ്റീൽ വീലാണ് നമുക്ക് സ്പെയർ വീലായിട്ട് വരുന്നത്. ബൂട്ടിൽ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. അതുപോലെ നമുക്ക് റിവേഴ്സ് ക്യാമറ കാണാം. നമ്പർ പ്ലേറ്റിൻ്റെ അടിയിൽ ലൈറ്റ് നമുക്ക് ഹാലജൻ ആണ് വരുന്നത്. ഫ്രണ്ടിലത്തെ ബമ്പറിൽ കണ്ട ആ ഒരു സിമിലർ ആയിട്ടുള്ളൊരു സിൽവർ എലമെൻറ്റ് നമുക്ക് റിയർ ബമ്പറിലും കാണാം. ഇനി നമുക്ക് റിയർ സീറ്റിലേക്ക് ഒന്ന് കയറാം. സോ ഈ കാണുന്നതാണ് റിയർ ഡോർ പാഡ് വരുന്നത്. നമുക്കിതിൽ സൺബ്ലൈൻഡ് വരുന്നുണ്ട്, സെൽറ്റോസിലൊക്കെ ഉള്ളതുപോലെ. പിന്നെ ഒരു ഡ്യുവൽ കളർ ഡോർ പാഡാണ് വരുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഗ്ലോസി എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 1 ടച്ച് അപ്പ് അതുപോലെ 1 ടച്ച് ഡൗൺ പവർ വിൻഡോസ് എല്ലാ വിൻഡോസിലും വരുന്നുണ്ട്. നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ കാണുന്നത് ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ്, ഒരു ലെതറൈറ്റ് മെറ്റീരിയൽ. സ്റ്റിച്ചിങ് ഒക്കെ വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1 ലിറ്റർ ബോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബോട്ടിൽ ഹോൾഡർ കാണാം. ഇവിടെ നമ്മുടെ സ്പീക്കർ പ്ലേസ്മെൻ്റ് ഉണ്ട്. ചെറിയൊരു ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളറ് ഒരു എലമെൻറ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. സീറ്റുകളിലും അതേ എലമെൻറ്റ്സ് ഉണ്ട്. ടോപ്പ് എൻഡിൽ ഒരു ഓറഞ്ചിഷ് കളറായിരുന്നു, ഇവിടെ ഒരു പച്ച കളറാണ് വരുന്നത്. ദെൻ ഇതാണ് നമ്മുടെ റിയർ സീറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സീറ്റ് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും. മറ്റ് സെക്കൻഡ് റോ സീറ്റുകളിലൊന്നും കണ്ടിട്ടില്ലാത്ത, പലപ്പോഴും നമ്മൾ 3 റോയുള്ള വാഹനങ്ങൾ സെൻട്രൽ റോയിലാണ് ഈ ഒരു ഫീച്ചർ കാണാറ്. ഈവൻ 700 സെൻട്രൽ റോയിൽ പോലും ഈ ഫീച്ചർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ നമുക്ക് റിയർ സീറ്റുകൾ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നല്ലൊരു ട്രാവലുണ്ട്. അപ്പോൾ നമുക്ക് ലഗേജ് കൂടുതലുള്ളപ്പോൾ ഇത്തിരി ട്രാവൽ കംഫർട്ട് കുറച്ച് കഴിഞ്ഞാൽ ലഗേജ് മാക്സിമം ക്യാരി ചെയ്യാൻ പറ്റും. ഇനിയല്ല ലഗേജ് കുറവാണ്, നമുക്ക് യാത്രാ കംഫർട്ടബിലിറ്റി ആണ് വേണ്ടതെങ്കിൽ മാക്സിമം പിന്നിലേക്കിട്ട് സീറ്റ് റിക്ലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിളായിട്ടിരിക്കാം. ഈ സീറ്റിൻ്റെ റിക്ലൈൻ ആംഗിൾ നമുക്ക് വ്യത്യസ്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഏറ്റവും അപ്രൈറ്റ് പൊസിഷൻ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള പൊസിഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാം. 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. സെൻറ്ററിലായിട്ട് ഒരു ആംറെസ്റ്റും 2 കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. പ്രോപ്പർ 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് നമുക്ക് കാണാം. ഇനി നമുക്ക് പുറത്തെ സീറ്റിലേക്ക് ഒന്ന് കയറിയിരിക്കാം. അപ്പോൾ ഈ സീറ്റ് ഇപ്പോൾ ബാക്കിലോട്ട് ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. റിക്ലൈൻ ആംഗിളൊക്കെ കിടിലമാണ്. നമുക്ക് ചാരി ഇരുന്ന്
കംഫർട്ടബിളായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന രീതിയിലാണ് റിയർ റോ വരുന്നത്. ഇപ്പോൾ ഈ ഒരു ഫ്രണ്ട് സീറ്റ് മാക്സിമം ബാക്കിലോട്ട് കിടക്കുകയാണ് എങ്കിൽ പോലും ഇനിയും ഇഷ്ടം പോലെ ലെഗിൽ എനിക്ക് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇത്രയും സ്പേസ് ഉണ്ടായിട്ട് കൂടി ഈ ഒരു ഫ്രണ്ട് സീറ്റുകൾ കംപ്ലീറ്റ്ലി സ്കൂപ്ഡ് ഔട്ടാണ്. അപ്പോൾ അകത്ത് പിന്നിലിരിക്കുന്ന ഒരാൾക്ക് യാതൊരു ബുദ്ധിമുട്ടുള്ള ഈ വണ്ടിയിലില്ല. ഉള്ളിൽ കയറി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സെൽട്ടോസിനെക്കാട്ടി സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ് സോണറ്റിൻ്റെ വലുപ്പമുള്ള ഈ ഒരു കുഞ്ഞൻ സിറോസിൽ വരുന്നത്. ഒരു ഡാർക്ക് കളേഴ്സ് ഇൻറ്റീരിയറൊക്കെയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു സൺബ്ലൈൻഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഏറിയാണ് ക്യാബിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്, അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയതും ഈ ഒരു റിയർ സീറ്റ് കംഫർട്ടബിലിറ്റിയാണ്. നമുക്ക് രാജകീയമായി ഇരുന്ന് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റും കാര്യങ്ങളും എല്ലാം ഡിസൈൻ ചെയ്തേക്കുന്നത്. നമുക്കിവിടെ ഒരു സ്പ്രിംഗ് ലോഡഡ് ഗ്രാബ് ഹാൻഡിൽ കാണാം. ഉള്ളിൽ നമുക്കൊരു ക്യാബിൻ ലാമ്പ് LED യൂണിറ്റ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ സെൻറ്ററിലായിട്ട് നമുക്ക് AC വെൻറ്റിൻ്റെ പ്ലേസ്മെൻറ്റും 2 Type-C ചാർജിങ് പോർട്ടും ഫോൺ വെക്കാനുള്ള ഒരു പ്രൊവിഷനും കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് പിന്നിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് മുന്നിലേക്ക് ചെല്ലാം. അപ്പോൾ അതിന് മുന്നേ ഫ്രണ്ട് ഡാഷ്ബോർഡിൻ്റെ ലുക്ക് ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാം. ഇത്തരത്തിലാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ഡ്രൈവേഴ്സ് ക്യാബിൻ വരുന്നത്. മുന്നിലോട്ട് പോയിട്ട് അവിടെ എന്തൊക്കെയാണുള്ളതെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് റിയറിൽ കണ്ടതുപോലെ തന്നെയുള്ള സിമിലർ ആയിട്ടുള്ള ഡോർ പാഡ് ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് ഫ്രണ്ട് 2 സീറ്റുകളിൽ സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്. അതിൻ്റെ ബട്ടൺസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 3 ലെവലിൽ നമുക്ക് സീറ്റ് വെന്റിലേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. പവർ വിൻഡോ കൺട്രോൾസ് നമുക്ക് കാണാം. അതുപോലെ ORMൻ്റെ കൺട്രോൾസ് ഉണ്ട്. ഇലക്ട്രിക്കലി ഫോൾഡിങ് ORMs ആണ് വരുന്നത്. ദെൻ ലാർജ് ആയിട്ടുള്ള ഒരു ഡോർ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പോർഷൻ നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് വരുന്നത്. ഈ ഒരു കളർ ഇത്തിരി ലൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ ലോങ് ടൈമിൽ അഴുക്ക് പിടിക്കുമെന്നുള്ളൊരു സാധ്യത ഈ ഒരു വേരിയൻറ്റിൽ ഈ കളറിൽ ഞാൻ കാണുന്നുണ്ട്. പിന്നെ സ്പീക്കർ പ്ലേസ്മെൻറ്റ് കാണാം. ആ ഒരു ഗ്രീൻ എലമെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മാനുവൽ ആണെന്ന് പറഞ്ഞു. സോ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ കാണാം. ഒരു ഡെഡ് പെഡൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഡ്രൈവർ സീറ്റിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു കാർഡ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഹെഡ് ലാമ്പ് ലെവൽ കൊടുത്തിട്ടുണ്ട്. ഫ്യൂൽ ഓപ്പൺ ചെയ്യാനുള്ള ലിവർ ഇവിടെ കാണാം. അതുപോലെ ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ലിവർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് നമുക്ക് ഫ്രണ്ടിലോട്ട് കയറി ഇരുന്നിട്ട് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ഡോറിങ് അടച്ചേക്കാം, നല്ല ചൂടാണ്. സോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡാഷ്ബോർഡിൻ്റെ കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ തൽക്കാലം സൺബ്ലൈൻഡ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഒരു മാസീവായിട്ടുള്ള സൺറൂഫാണ് വരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു സെക്കൻഡ് വേരിയൻറ്റ് മുതൽ അവർ ഈ സൺറൂഫ് ഇപ്പോഴത്തെ ഇന്ത്യൻ മാർക്കറ്റിൽ സൺറൂഫിനുള്ള ഒരു ഇമ്പോർട്ടൻസ് കാരണമായിരിക്കണം ഇവർ എനിക്കൊന്ന് സെക്കൻഡ് വേരിയൻറ്റ് തൊട്ടിപ്പോൾ സൺറൂഫ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാസീവ് സൺറൂഫാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ നമുക്ക് ഓപ്പണായി കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ ചൂടത്ത് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എവിടെയെങ്കിലും ഹിൽ ഏരിയസിലോട്ടൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷനൊക്കെ പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സൺറൂഫ് ഉണ്ട്. പിന്നെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ക്യാബിൻ ലാമ്പുകൾ, അതല്ല LED യൂണിറ്റുകളാണ് വരുന്നത്. ഒരു സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. മാനുവലി ഡേ നൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻറ്റേർണൽ റിയർ വ്യൂ മിറർ വരുന്നുണ്ട്. സ്റ്റിയറിങ്ങിലോട്ട് വരുമ്പോൾ നമുക്ക് ഇതിൽ ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. ടോപ്പ് എൻഡിലും ടിൽറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് ടെലസ്കോപ്പിക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് ടോപ്പ് എൻഡിൽ ഈ കാണുന്ന ഫുൾ ഡിസ്പ്ലേയിൽ നമുക്ക് സെൻറ്റർ പോർഷനിലായിട്ട് AC-യുടെ കൺട്രോൾസ് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ വാഹനത്തിൽ നമുക്ക് AC-യുടെ ഒരു ചെറിയ 5 ഇഞ്ചിൻ്റെ സ്ക്രീനുകൾ വരുന്നില്ല. ഒരു 12.3 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് ലെഫ്റ്റിലും ഒരു 12.3 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമുക്ക് റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. കംപ്ലീറ്റ്ലി ഒരു ടച്ച് സ്ക്രീൻ TFT ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. നമുക്ക് റൈറ്റ് സൈഡിൽ ടാക്കോമീറ്ററും ലെഫ്റ്റ് സൈഡിൽ സ്പീഡോമീറ്ററും കാണാം. കംപ്ലീറ്റ്ലി ഡിജിറ്റൽ യൂണിറ്റ് ആണ് വരുന്നത്. ഇതിൻ്റെ സ്കീം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ ഇതിൻ്റെ കളറും കാര്യങ്ങളും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. സെൻട്രലായിട്ട് MID വരുന്നുണ്ട്. അതിൽ നമുക്ക് DPMs ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. ബാക്കി നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അതിൽ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ ഫ്യൂൽ എഫിഷ്യൻസിയുടെ ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ കാണാം. ഈ കാണുന്ന ബട്ടൺസ് യൂസ് ചെയ്തിട്ട്, ഈ ഒരു ടോഗിൾ ബട്ടൺ യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിലെ ഫംഗ്ഷൻസ് എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ ഗേജും ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഫ്യൂൽ ഗേജും കാണാൻ പറ്റും. ബാക്കിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഈ ഒരു MID തന്നെ അവർ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിലോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് നമുക്ക് ഓഡിയോ കൺട്രോൾസ് വരുന്നത്. നോർമലി നമ്മൾ സെൽറ്റോസിലേക്ക് ലെഫ്റ്റ് സൈഡിലാണ് ഓഡിയോ കൺട്രോൾസ് കണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവരിത് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് ഓഡിയോ കൺട്രോൾസും ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു MID-യുടെ കൺട്രോൾസും അതുപോലെ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പ് എൻഡിൽ നമുക്ക് ഇവിടെ ഒരു ട്രാക്ഷൻ മോഡിൻ്റെ ബട്ടണും ഇവിടെ ഒരു ഡ്രൈവ് മോഡിൻ്റെ ബട്ടണും കാണാൻ പറ്റും. അത് നമ്മുടെ HTX-ൽ നമുക്ക് വരുന്നില്ല. പിന്നെ സെൻറ്ററിലായിട്ട് കിയയുടെ ഒരു ലോഗോ, ഇത്തിരി റൈറ്റ് അലൈൻഡ് ആയിട്ടുള്ള ഒരു ലോഗോ വരുന്നുണ്ട്. ഇതാണ് സ്റ്റിയറിംഗ് വീൽ. അത്യാവശ്യം ഹോൾഡ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ്. അതുപോലെ തന്നെ നമുക്ക് ലെതർ സ്റ്റിച്ചിങ്ങും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല റാപ്പിംഗ് ആണ്. പിടിക്കുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത്. ലൈറ്റും ആണ്. പിന്നെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് വൈപ്പർ ഈ വേരിയൻ്റ് ഇല്ല, നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ കിയ വാഹനം അല്ലെങ്കിൽ ഹുണ്ടായി വാഹനങ്ങൾ പോലെയും യൂസ് ചെയ്യാൻ വളരെ സ്ലിക്കായിട്ടുള്ള
ഒരു മ്യൂസിക് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ടോപ്പ് എൻഡ് വെച്ച് നോക്കുമ്പോൾ നമുക്കിതിൽ കൺട്രോൾസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അല്ലാതെ നോക്കുമ്പോൾ യൂസ് ചെയ്യാനൊക്കെ വളരെ സ്ലിക്കായിട്ടുള്ള ഒരു സ്ക്രീൻ തന്നെയാണ് വരുന്നത്. റിവേഴ്സ് ക്യാമറയുടെ ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം റിയർ വ്യൂ ക്യാമറ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ കൺട്രോൾസ് ഇവിടെ കാണാം. ആ ഒരു വോളിയം റോക്കർ ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. FM ഓൺ ആയിരുന്നു. ദെൻ താഴേക്ക് വരുമ്പോൾ AC വെൻ്റ് ഉണ്ട്, ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ ഉണ്ട്. താഴായിട്ട് നമുക്ക് AC കൺട്രോൾസ് കാണാൻ പറ്റും. AC കൺട്രോൾസ് ഒക്കെ എനിക്ക് രസമുള്ളതായിട്ട് തോന്നി. കാര്യം ഇവിടെ ആ ഒരു LED സ്റ്റാറ്റസ്, നമ്മുടെ ഫാൻ സ്പീഡ് LED സ്റ്റാറ്റസിലാണ് അറിയുന്നത്. AC എല്ലാം ആ ഒരു മേളിൽ LEDs കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് ഇത് മാനുവൽ AC ആണ്, ഓട്ടോ AC അല്ല. താഴോട്ട് വരുമ്പോൾ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. ഒരു Type C ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഈ Type C ചാർജിങ് പോർട്ടിലും നമുക്ക് ചാർജ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ കിടക്കുമ്പോൾ ചാർജിങ് ആണ്. ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ പ്രൊജക്ഷൻ, അതായത് വയർഡ് ആപ്പിൾ കാർപ്ലേക്കും വയർഡ് ആൻഡ്രോയിഡ് ഓട്ടോയ്ക്കും ഇനി നമുക്ക് ഈ ഒരു ബട്ടൺ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് വയർലെസ് ആപ്പിൾ കാർപ്ലേയും വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ചെറിയൊരു സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അതിലൊരു ചെറിയൊരു മാർബിൾ ഫിനിഷൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് വയർലെസ് ചാർജിങ് വരുന്നില്ല. പിന്നെ ആ ഒരു പാർക്കിംഗ് സെൻസർ എനേബിൾ ചെയ്യാനുള്ള ബട്ടണും നമ്മുടെ പുഷ് ബട്ടൺ ഇഗ്നിഷൻ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഈ ഒരു 6 സ്പീഡ് മാനുവലിൻ്റെ ഗിയർ ലിവർ എന്ന് പറയുന്നത്. സോ അത് അത്യാവശ്യം കാഴ്ചയിൽ നല്ലതാണ്. അടിയിലുള്ള ആ ഒരു ക്രോം പോർഷനൊക്കെ എനിക്ക് ഇത്തിരി പ്രീമിയമായിട്ട് തോന്നി. ദെൻ നമ്മുടെ മാനുവൽ ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ആംറസ്റ്റ് ഉണ്ട്. ആംറസ്റ്റ് സോഫ്റ്റ് ടച്ച്, ചെറിയൊരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് വരുന്നത്. അടിയിലായിട്ടൊരു സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റും വരുന്നുണ്ട്. പിന്നെ ഡ്രൈവർ സൈഡ് വൈസറിൽ ഒരു ടിക്കറ്റ് ഹോൾഡറും കോ ഡ്രൈവർ സൈഡിൽ ഒരു വാനിറ്റി മിററും ആണ് വരുന്നത്. ഡാഷ്ബോർഡ് ലുക്ക് കംപ്ലീറ്റ്ലി ഇത്തരത്തിലാണെന്ന് പറഞ്ഞു. അത് ഒരു ഡ്യുവൽ കളറിലാണ് വരുന്നത്. സെൻട്രലായിട്ട് ഈ പോകുന്ന ഈ ഒരു എലമെൻറ്റ് മാത്രം ഒരു ഗ്ലോസി എലമെൻ്റ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഗ്ലൗ ബോക്സ്. കൂളിംഗ് ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഗ്ലൗ ബോക്സിൽ വരുന്നില്ല. അപ്പോൾ വണ്ടിയുടെ വാക്കറൗണ്ട്, HTX പെട്രോൾ മാനുവലിൻ്റെ വാക്കറൗണ്ട് ഇത്രയാണ്. ഇനി നമുക്ക് വണ്ടി ഓടിച്ചിട്ട് വണ്ടിയുടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ഇപ്പോൾ കിയ സിറോസ് 1 ലിറ്റർ ടെർബോ പെട്രോൾ മാനുവൽ ഡ്രൈവ് ചെയ്യാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ടോപ്പ് എൻഡിൽ മാനുവൽ വേരിയൻറ്റ് അവൈലബിൾ അല്ല. നിങ്ങൾക്ക് ടോപ്പ് എൻഡ് വേണമെന്നുണ്ട് 1 ലിറ്റർ ഈ പറഞ്ഞ ടർബോ ചാർജർ പെട്രോൾ എഞ്ചിൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 7 സ്പീഡ് DCT ആണ് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ള, നമുക്ക് ആ ഒരു മാനുവൽ ഗിയർ ബോക്സിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ഫൺ അറിഞ്ഞ് ഓടിക്കേണ്ട ഒരു വാഹനം വേണം. അതുപോലെ ബേസിക് എന്നല്ല, ഒരു മോർ ദാൻ ആയിട്ടുള്ള ബേസിക് ഫീച്ചേഴ്സ് എല്ലാം വേണമെന്നുള്ളവർക്ക് ഈ പറഞ്ഞ HTX തന്നെയായിരിക്കും ഒരു നല്ലൊരു ഓപ്ഷൻ. നമുക്കിതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള നമുക്ക് സൺറൂഫ് ആണെങ്കിലും ഫ്രണ്ട് സീറ്റ് വെന്റിലേഷൻ ആണെങ്കിലും അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞെന്ന് മാത്രം. സോ ഡ്രൈവിങ്ങിലോട്ട് വരുമ്പോൾ ഇത് കൂടുതൽ നമ്മൾ സോണറ്റിൽ പറയുന്നത് പോലെ ഒരു സിമിലർ ആയിട്ടുള്ളൊരു ഡ്രൈവ് എക്സ്പീരിയൻസ് ആണ്. എന്നാൽ സസ്പെൻഷൻ്റെ കാര്യത്തിലും നമ്മുടെ ഉള്ളിൽ സീറ്റിൻ്റെ കംഫർട്ടബിലിറ്റിയുടെ കാര്യത്തിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നല്ല രീതിയിൽ സിറോസിൽ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിൻ്റെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള വീൽ ബേസ്. നമ്മുടെ സെൽട്ടോസിൻ്റെ അത്രയും ഏകദേശം ആ ഒരു സെൽട്ടോസിൻ്റെ സെയിം വീൽ ബേസ് ലെങ്ത് നമുക്ക് സിറോസിലും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു സബ് 4 മീറ്റർ കാറാണ്. 4 മീറ്ററിൻ്റെ അകത്ത് മാത്രം ലെങ്ത് ഉള്ള, സോണറ്റിൻ്റെ അത്രയും ലെങ്ത് ഉള്ളൊരു വാഹനമാണ്. എന്നാൽ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് സെൽട്ടോസിനേക്കാൾ വലുതായിട്ട്, സോണറ്റിനേക്കാളല്ല സെൽട്ടോസിനെക്കാട്ടി വലുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വീൽ ബേസ് ആണ്. അപ്പോൾ വീൽ ബേസ് ഇൻക്രീസ് ആയപ്പോൾ തന്നെ നമ്മുടെ റൈഡിൽ അതിൻ്റേതായ, പിന്നിലിരിക്കുന്നവർക്കാണെങ്കിലും മുന്നിലിരിക്കുന്നവർക്കാണെങ്കിലും ആ ഒരു റൈഡിൽ കാര്യമായിട്ടുള്ളൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. പിന്നെ പൊതുവേ പഴയ കിയ വാഹനങ്ങൾ, അതായത് ഇതിന് മുന്നേ ഉള്ള ജനറേഷൻ സെൽട്ടോസ് ഒക്കെ ഓടിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു സെൻറ്ററിൽ വരുമ്പോൾ ഒരു ഫീഡ്ബാക്ക് കുറവുണ്ടായിരുന്നു. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും വലിയൊരു സെൻറ്ററിലൊരു ഡെഡ് സെൻറ്ററിങ് ഫീല് നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ വരുന്നില്ല. അതുപോലെ തന്നെ ലൈറ്റാണ് അത്യാവശ്യം. പൊതുവേ കിയ വണ്ടികൾ ഓടിക്കുന്നവർക്കറിയാം സ്റ്റിയറിംഗ് വീൽ ലൈറ്റാണ്. നമുക്കൊരിക്കലും സ്റ്റിയറിംഗ് സിറ്റി ട്രാഫിക് ആണെങ്കിലും ഹൈവേ പോകുമ്പോഴാണെങ്കിലും നമുക്ക് സ്റ്റിയറിംഗ് വലിയൊരു ഹെവി ഫീല് വരാറില്ല. സോ സിമിലർ ആയിട്ടുള്ള ലൈറ്ററായിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ എടുത്തിട്ടുണ്ട്. പിന്നെ അകത്തെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നല്ല ഏറിയ ക്യാബിനാണ് കേട്ടോ. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഡാഷ്ബോർഡിൻ്റെ മുകളിലിരുന്ന് വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ. അതായത് വലിയ വിൻസ്ക്രീൻസ് ആണ് വരുന്നത്. ഫ്രണ്ടിലത്തെ വിൻസ്ക്രീൻ ആണെങ്കിലും സൈഡിലത്തെ ഗ്ലാസ് ഏരിയ ആണെങ്കിലും എല്ലാം വലുതാണ്. അപ്പോൾ ഒരിക്കലും ഒരു ക്ലോസ്ട്രോഫോബിക് ഫീല് ഈ വാഹനത്തിൽ കയറുമ്പോൾ നമുക്കില്ല. അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ടുകൾ, ഇപ്പം A പില്ലറൊക്കെ സാമാന്യം വലിപ്പമേ വരുന്നുള്ളൂ. ഒരുപാട് നമ്മുടെ ടാറ്റ കാറുകളിലൊന്നും കാണുന്നത് പോലെ അത്ര വലിയ A പില്ലേഴ്സ് അല്ല. പിന്നെ ഇവിടെ ആയിട്ട് ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലൈൻഡ് സ്പോട്ടുകളൊന്നും 360 ഡിഗ്രി ക്യാമറ ഇല്ലെങ്കിൽ പോലും ബ്ലൈൻഡ് സ്പോട്ടുകളുടെ ഒരു ഇഷ്യൂ നമുക്ക് വരുന്നില്ല. ഏറി ഫീലാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഈ ഫ്രണ്ട് ഗ്ലാസ് ഏരിയ വളരെ വലുതാണ്. അത് സൈഡ് ഗ്ലാസ് ആണെങ്കിലും ഫ്രണ്ട് ഗ്ലാസ് ആണ്, ഫ്രണ്ട് വിൻഡ്ഷീൽഡ് ആണെങ്കിലും നല്ല
സൈസ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൺബ്ലൈൻഡോട് ഓപ്പൺ ചെയ്ത് വെയിലില്ലാത്ത സമയങ്ങളിൽ സൺബ്ലൈൻഡോട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല എയറി ഫീലാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ വണ്ടി എടുക്കുമ്പോൾ അവർ കംഫർട്ടബിലിറ്റിയേക്കാളും ബാക്കിയുള്ള കാര്യങ്ങളെക്കാട്ടി ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സൺറൂഫാണ്. ഏറ്റവും വലിയ സൺറൂഫ് ഉണ്ടെങ്കിൽ കുട്ടികൾ അത്രയും ഹാപ്പിയാണ്. അപ്പോൾ സൺറൂഫൊക്കെ നോക്കുന്നവർക്ക്, വലിയ സൺറൂഫ് വേണമെന്നുള്ളവർക്ക് ഡെഫിനറ്റ്ലി സിറോസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഐ തിങ്ക് സെക്കൻഡ് വേരിയൻറ്റ് മുതൽ നമുക്കിതിൽ ഈ പറഞ്ഞ പാനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫ് നമുക്ക് ഫ്രണ്ടിലത്തെ പെയിൻ മാത്രമേ ഓപ്പൺ ആവത്തുള്ളെങ്കിൽ പോലും വലിയ ലാർജായിട്ടുള്ളൊരു സിംഗിൾ പെയിൻ ആണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ റൂഫിൻ്റെ ഒരു മെജോറിറ്റി പോർഷനും ഓപ്പൺ ആവുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ബ്രേക്കിങ്ങിലോട്ടൊക്കെ വരുമ്പോൾ അത്യാവശ്യം ഷൂ ഫുട്ടായിട്ട് ബ്രേക്കിംഗ് വരുന്നുണ്ട്. നമുക്കിതിൽ 4 വീൽ ഡിസ്കുകളില്ല എന്നൊരു പോരായ്മ വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി മാത്രമേ വരുന്നുള്ളൂ. കൺസിഡറിങ് ദ വെയിറ്റ് ഓഫ് ദ കാർ ഈ 2 ബ്രേക്സ് ഇനഫ് ആണ്. എങ്കിലും നമുക്ക് അത് വേണമെങ്കിൽ ആകെ എനിക്കൊരു ഈ പറഞ്ഞ 1 ലിറ്റർ മാനുവലിൽ നമുക്കൊരു കുറവുള്ളതായിട്ട് തോന്നിയത് ഈ 4 സ്പീഡ് ഡിസ്ക് ബ്രേക്സ് മാത്രമാണ്. ബാക്കിയെല്ലാം നമുക്ക് ഓൾമോസ്റ്റ് മെക്കാനിക്കൽ സൈഡ് എല്ലാം സിമിലർ ആണ്. പിന്നെ പറയാനുള്ള കാര്യം കംഫർട്ടബിലിറ്റി. ഫ്രണ്ട് സീറ്റുകൾ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്. ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥയിൽ നമുക്ക് ഓൾമോസ്റ്റ് കംഫർട്ടബിൾ ആണ്. റിയറിൽ നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രമാണ് കേട്ടോ സീറ്റ് വെന്റിലേഷൻ ഉള്ളത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് സെൽട്ടോസിൽ വരുന്ന ആ ഒരു ഡീസൽ എഞ്ചിൻ 1.5 ഡീസലാണ് നമുക്ക് സോണറ്റിലും വരുന്നത്. ആ ഒരു സെയിം ഡീസൽ എഞ്ചിൻ നമുക്ക് സിറോസിലും വരുന്നുണ്ട്. നമുക്കത് 6 സ്പീഡ് മാനുവലിലും അതുപോലെ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കലും നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ NA പെട്രോൾ എഞ്ചിൻസ് ഇല്ല കേട്ടോ. നമുക്ക് സോണറ്റ് ആണെങ്കിൽ ഒരു 1.2 NA പെട്രോൾ വരുന്നുണ്ട്. സെൽട്ടോസ് ആണെങ്കിൽ 1.5 NA പെട്രോൾ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഈ ഒരു 1 ലിറ്റർ ടർബോ ചാർജ്ഡ് 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ എഞ്ചിൻ സൈഡിലോട്ട് വരുമ്പോൾ വണ്ടി അത്യാവശ്യം ഫാസ്റ്റർ ആണ്. ഞാൻ പറഞ്ഞു ഹ്യുണ്ടായി അതുപോലെ ഫോക്സ് വാഗൻ ഈ പറഞ്ഞ 1 ലിറ്റർ എഞ്ചിൻസ്, ടർബോ പെട്രോൾ എഞ്ചിൻസ് ഇത്രയും നല്ലതായിട്ട് ട്യൂൺ ചെയ്തെടുത്തതിൽ പിന്നെ നമുക്ക് 1 ലിറ്റർ എഞ്ചിൻ മതി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ആളുകൾ പോയിട്ടുണ്ട്. പഴയ പോലെ നമുക്ക് എഞ്ചിൻ സൈസ് നമ്മളെ മാറ്റർ ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു എഞ്ചിൻ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള, നമ്മൾ സോണറ്റിൽ വർഷങ്ങളായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എഞ്ചിനാണ്. നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. നമ്മുടെ റോഡിൽ വേണ്ട എല്ലാ രീതിയിലുള്ള പവറും ഈ ഒരു എഞ്ചിൻ ഓഫർ ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഓവർടേക്ക് ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കാല് കൊടുത്താൽ മാത്രം മതി. പ്രത്യേകിച്ച് ഒരു ടെർബോ ലാഗോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഒരു ഓവർടേക്ക് ചെയ്യുന്ന ടൈമിലൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ടെർബോ പെട്രോൾ ആകുമ്പോൾ ഡീസൽ വെച്ച് നോക്കുമ്പോൾ ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ നമുക്കൊരു 17-18 ഒക്കെ പിടിക്കാം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സോണറ്റൊക്കെ എടുത്തതിൽ വളരെ റാഷായിട്ട് ഓടിച്ച DCT ഉള്ള കാറുകളിലൊക്കെ വളരെ റാഷായിട്ട് ഓടിക്കുന്നവർക്ക് 10-12 ഒക്കെ മാക്സിമം കിട്ടാറുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ ഡിപ്പെൻഡ് ചെയ്യും. എന്നാലും ഓൺ ആൻ ആവറേജ് ഒരു 15 അബോ എന്തായാലും നമുക്ക്, മാനുവൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി 15 അബോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ക്ലച്ചൊക്കെ വളരെ ലൈറ്റ് ആട്ടോ. ക്ലച്ചിൽ നമുക്ക് ചവിട്ടുമ്പോൾ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. വളരെ ലൈറ്റർ ആയിട്ടുള്ള ക്ലച്ചാണ്. ഒരിക്കലും പഴയ വാഹനങ്ങൾ പോലെ ഇപ്പോഴത്തെ വാഹനങ്ങളിൽ ക്ലച്ച് ചവിട്ടാൻ നമുക്ക് വലിയ ആയാസമില്ല. പിന്നെ നമുക്ക് നിങ്ങൾ മാനുവൽ വേണ്ട എന്നുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ ഡീസലാണെങ്കിൽ ടോർക്ക് കൺവേർട്ടറും, പെട്രോളിൽ നമുക്ക് 7 സ്പീഡ് DCT അവൈലബിൾ ആണ്. ഇതിനേക്കാൾ ഫാസ്റ്റർ ആണ് കേട്ടോ 7 സ്പീഡ് DCT. നമ്മൾ ടോർക്ക് കൺവേർട്ടറും ബാക്കി IMD ആണെങ്കിലും AMD ആണെങ്കിലും മാനുവലിനെക്കാട്ടി സ്ലോവർ ആണ്. വേറെ DCT എന്ന് പറയുമ്പോൾ 2 സെറ്റ് ഗിയേഴ്സ് ഉണ്ട്, 2 സെറ്റ് ക്ലച്ച് ഉണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ ഒരു ക്ലച്ചിൽ ഗിയർ മാറ്റുന്നതിനേക്കാൾ പെട്ടെന്ന് നമുക്ക് 2 ക്ലച്ച് വണ്ടി തന്നെ മാറിക്കുള്ളൂ. അപ്പം ഫാസ്റ്റർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ 7 സ്പീഡ് DCT തന്നെയാണ്. എങ്കിലും ആ ഒരു ഫൺ എലമെന്റ്, നമുക്ക് ആ ഒരു മാനുവലിന്റെ ഫൺ എലമെന്റ് വേണ്ടവർക്ക് ഈ പറയുന്ന മാനുവൽ ഈ 1 ലിറ്റർ ബെസ്റ്റ് ആണ്. പിന്നെ ബ്രേക്കിംഗ് ഞാൻ പറഞ്ഞു, ആഡിക്വേറ്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ഓഫർ ചെയ്യുന്നുണ്ട്. റൈഡ് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. പൊതുവേ സെൽട്ടോസിൻ്റെ ഒക്കെ ആണെങ്കിലും സോണറ്റിനെ ആണെങ്കിലും നമ്മുടെ സസ്പെൻഷൻ ഒരു കംഫർട്ടബിലിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സസ്പെൻഷൻ ആണ് കൊടുത്തേക്കുന്നത്. ഒരു സോഫ്റ്റ് സസ്പെൻഷൻ ആണ് കൊടുത്തേക്കുന്നത്. സിമിലർ ആയിട്ടുള്ള സസ്പെൻഷൻ സെറ്റപ്പ് തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, ഈ വീൽ ബേസ് ആഡ് ഓൺ ചെയ്തതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് എക്സ്ട്രാ വണ്ടിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സേഫ്റ്റിയിലോട്ട് വരുമ്പം വേണ്ട എല്ലാവിധം ഫീച്ചേഴ്സ്, അതായത് 6 എയർ ബാഗ്സ്, ABS, EBD അങ്ങനെയുള്ള ബേസിക് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ലെവൽ 2 അഡാസ് നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രമേ ഉള്ളൂ. ഈ ഒരു വേരിയൻറ്റിൽ അഡാസും അങ്ങനെയുള്ള ഫീച്ചേഴ്സും ഡ്രൈവ് കൺട്രോൾസും ട്രാക്ഷൻ മോഡുകളൊന്നും ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് വരുന്നില്ല. ലൈക്ക് വൈസ് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയും നമുക്ക് ഈ വേരിയൻറ്റിൽ ആബ്സെൻ്റ് ആണ്. ബാക്കിയുള്ള ഫീച്ചേഴ്സ്, അതായത് വയർലെസ് ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, പിന്നെ ഈ പറഞ്ഞ പോലെ സ്മാർട്ട് കീ, അതിൽ തന്നെ റിമോട്ട് സ്റ്റാർട്ടിംഗ് സിസ്റ്റം വരുന്നത്, അതെല്ലാം നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. പിന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാൻ അത്യാവശ്യം ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ളൊരു വണ്ടി കേട്ടോ. പിന്നെ അകത്തിരിക്കുമ്പോൾ കുറച്ചൊരു വലിയ വണ്ടിയിൽ ഇരിക്കുന്നൊരു ഫീൽ, നമ്മൾ ഒരിക്കലും സോണറ്റിൻ്റെ അത്രയും വലിപ്പമുള്ളൊരു വാഹനത്തിലാണ് ഇരിക്കുന്നതെന്ന് ഇതിൻ്റെ മുന്നിലിരുന്നാലും പിന്നിലിരുന്നാലും നമുക്ക് തോന്നിയില്ല. സോ ഉള്ളിലെ സ്പേസ് യൂട്ടിലൈസേഷൻ അത്ര ഗംഭീരമായിട്ടാണ് ഈ ഒരു വണ്ടിയിൽ ചെയ്തേക്കുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എനിക്കാണെങ്കിൽ പോലും നമ്മൾ റിവ്യൂ എടുക്കുന്ന പല സമയങ്ങളിലും ഇത് ഇത്രയും ഒരു സബ് 4 മീറ്റർ കാറാണ് എന്നുള്ള വിവരം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട്. ആ ഒരു രീതിയിലാണ്
ഈ പറഞ്ഞ കിയ ഇതിനകത്തുള്ള സ്പേസ് യൂട്ടിലൈസേഷൻ കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് കിയയ്ക്ക് ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. പിന്നെ ഇതിപ്പം ഇത് ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്നവരെന്തായാലും ഇതിപ്പം നമ്മളിപ്പോൾ ഒരു സഫോമീറ്റർ കാർ നോക്കി നടക്കുന്ന ഒരാൾ, ഇപ്പം ഒരുവിധം എല്ലാ ഷോറൂമുകളിൽ പോയി ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്ന ഒരാൾ, അപ്പോൾ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് വണ്ടി നോക്കുന്ന ഒരാളാണ് അദ്ദേഹമെങ്കിൽ ഡെഫിനറ്റ്ലി ലാസ്റ്റ് ഈ വണ്ടിയിൽ വന്ന് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം ഇതിൻ്റെ മുകളിലുള്ള സെഗ്മെൻറ്റിലുള്ള കാറുകളുടെ ഫീച്ചേഴ്സ് ഈ ഒരു വണ്ടിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ പല പോയിന്റിലും അതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സും ഉണ്ട്. എന്നാൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിന് ഞാൻ പറഞ്ഞല്ലോ, ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡിന് 20.9 ലക്ഷം ഓൺ റോഡ് പ്രൈസ് വരുന്നുള്ള, എക്സ്ഷോറൂം അല്ല ഓൺ റോഡ് പ്രൈസ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു വാല്യൂ ഫോർ മണി ബൈ തന്നെയാണ്. ഡീസൽ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ എഞ്ചിന്, അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻസി 24, 25, 28 വരെയൊക്കെ കിട്ടുന്നവരുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ സെൽറ്റോസ് IMDയിൽ, ഡീസൽ IMDയിൽ അത്യാവശ്യം സ്മൂത്തായിട്ട് വലിയ ഹരിബറി കാണിക്കാതെ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 27, 28 വരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും വേസ്റ്റ് കേസ് സിനേറിയോയിൽ നമുക്ക് 17 വരെയും കിട്ടാറുണ്ട്. അപ്പം ഫ്യൂൽ എഫിഷ്യൻസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഗോ വിത്ത് ഡീസൽ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇപ്പോഴത്തെ ഡീസൽ എഞ്ചിന് BS6 phase 2 വന്നപ്പോൾ നമുക്ക് ആഡ് ബ്ലൂ യൂറിയ നമ്മൾ ഒഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ വണ്ടി BS6 phase 1 ആണ്. അതിൽ നമുക്ക് ആഡ് ബ്ലൂ വരുന്നില്ല. ഇപ്പോഴത്തെ വണ്ടിയിൽ ആഡ് ബ്ലൂ ഒഴിക്കണം എന്നുള്ള ഇത് മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. ആക്ച്വലി ഇതിൻ്റെ ഡീസൽ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ അത് നമ്മുടെ ഹ്യുണ്ടായിലൊക്കെ ഉണ്ടായിരുന്നു, വെർണയിലും ക്രെറ്റയിലൊക്കെ ഇരുന്ന ആ ഒരു 1.6 4 സിലിണ്ടർ ഡീസലായിരുന്നു. BS6 എമിഷൻ നോംസ് വന്നപ്പോൾ അപ്പോഴത്തെ എമിഷൻ നോംസ് മീറ്റ് ചെയ്യാൻ വേണ്ടി എഞ്ചിനൊന്ന് ഡൗൺ സൈസ് ചെയ്ത് 1.6നെ 1.5 ആക്കി എടുത്തതാണ്. അപ്പോൾ ആ ഒരു പഴയ ക്യാരക്ടർ ഇപ്പോഴും ഉള്ളൊരു എഞ്ചിൻ എന്ന് പറയാനുള്ളത് ഡീസൽ എഞ്ചിൻ തന്നെയാണ്. പിന്നെ ഇപ്പോൾ പൊതുവെ ആളുകളുടെ സംശയമാണ് ഡീസൽ എഞ്ചിന് എത്ര നാൾ ലൈഫ് കാണും. അപ്പോൾ അങ്ങനെ കൺസെപ്റ്റിൽ നോക്കുമ്പോൾ ഇപ്പം പലരും പറയുന്നത് 15 വർഷം കഴിഞ്ഞാൽ ഡീസൽ വണ്ടി ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്നാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എങ്കിലും ഓട്ടോ ഉള്ളവർ ഇപ്പം ഒരു 3-4 വർഷം കൊണ്ട് 1 ലക്ഷത്തിന് മേളിൽ കിലോമീറ്റർ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ് എങ്കിൽ ഗോ വിത്ത് ഡീസൽ. നിങ്ങൾ പെട്രോൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓട്ടം കുറവാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് റൈഡിൽ എൻജോയ്മെൻ്റ് ആണ് വേണ്ടവരെങ്കിൽ 1 ലിറ്റർ ടർബോ പെട്രോളിലേക്ക് വരിക. പിന്നെ വണ്ടിയുടെ ബേസിക് കാര്യങ്ങൾ അത്രയൊക്കെയാണ്. സിറ്റിംഗ് ഒക്കെ അത്യാവശ്യം കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലേക്കാട്ടി കംഫർട്ടബിലിറ്റി കൂടുതൽ റിയറിലാണ്. കാര്യം റിയർ സീറ്റുകൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും. ടോപ്പ് എൻഡിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ പറഞ്ഞ സീറ്റ് വെന്റിലേഷൻ ഫംഗ്ഷന് നമുക്ക് ടോപ്പ് എൻഡിൽ HTX+ ഓപ്ഷനിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ പല കാറുകളിലും 35 ലക്ഷം രൂപയുടെ 40 ലക്ഷം രൂപയുടെ കാറുകൾ, ഈവൻ പല കമ്പനികളുടെയും 60 ലക്ഷം രൂപയുടെ കാറുകളിൽ പോലും കാണാത്തൊരു കാര്യമാണ് റിയറിൽ സീറ്റ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു 20 ലക്ഷം രൂപയുടെ കാറിൽ വരിക എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഹോണൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ ബാക്കിയുള്ള കിയ വണ്ടികളിൽ കണ്ടിട്ടുള്ളത് പോലെ ആ ഒരു ഫോക്സ് വാഗനിഷ് ഫീലുള്ള ഹോണാണ് നമുക്ക് വരുന്നത്. ഗിയേഴ്സ് എല്ലാം ആസ് യൂഷ്വൽ എല്ലാ ഹ്യുണ്ടായി വണ്ടികൾ പോലെ സ്ലിക്ക് ഷിഫ്റ്റിംഗ് ആണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇടാൻ പറ്റുന്ന, ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിലാണ്, നോച്ചിനെസ് ഒന്നും ഇല്ലാത്തൊരു ഗിയർ ബോക്സുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കിയ സിറോസിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. വീഡിയോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഹെൽപ്ഫുൾ ആയെന്നായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.